കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലെ ഗുണ്ടൽപേട്ട് പൂക്കളുടെ വസന്തകാലത്തിലാണ്. ഏക്കറുകളോളം വിരിഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങൾ മനംനിറയ്ക്കുന്ന കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. സൂര്യനെ നോക്കി പുഞ്ചിരിക്കുന്ന സൂര്യകാന്തി പൂക്കൾ, സ്വർണത്തിരമാലകൾ പോലെ കാറ്റിലുലയുന്ന ചെണ്ടുമല്ലികൾ. വയനാട്ടിൽ നിന്ന് മുത്തങ്ങയും ബന്ദിപ്പൂർ വനപാതയും പിന്നിട്ടാൽ ഈ വർണ്ണക്കടലിന്റെ തീരത്തെത്താം. ഗുണ്ടൽപേട്ടിന്റെ ഉൾഗ്രാമങ്ങളിലാണ് പൂക്കളുടെ യഥാർത്ഥ വസന്തം നിറഞ്ഞു നിൽക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന പൂപ്പാടങ്ങൾ, ഭൂമിയാകെ വർണ്ണപ്പട്ടുടുത്തതുപോലെ തോന്നിക്കുന്ന മനോഹര കാഴ്ചകൾ. പ്രകൃതിയുടെ ക്യാൻവാസിൽ കാലം വരച്ച അതിമനോഹര ചിത്രങ്ങൾ. അതേസമയം കാലാവസ്ഥ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചെന്ന് കർഷകർ. ഇവിടെ മഴയില്ലായിട്ട് ആകെ ഉണങ്ങി കിടക്കാണ്. ഇപ്പോൾ മഴ 2 മാസം മഴയില്ല. മഴ വരും, ആ ഭൂമിക്ക് തൊട്ടുള്ള കാറ്റടിച്ചാൽ ഒക്കെ പോകും. കൃഷി നിങ്ങൾ കാണുന്നില്ലേ, ഇത് എത്ര വലുതാവണം അറിയോ? ആകെ ചെറുതായിട്ടുള്ളൂ. ഇത് 2 എടുത്താലേ പൂ കച്ചു. ഈ ഭാഗത്തിൽ മഴയില്ല. ഗുണ്ടൽപേട്ട ഫുള്ള് മഴയില്ല. സൂര്യകാന്തി ഒക്കെ ഫുള്ള് നാശമായില്ലേ. നിങ്ങളൊക്കെ വരുമ്പോൾ കണ്ടില്ലേ, ഒക്കെ ഗുണ്ടൽപേട്ട മൊത്തം സൂര്യകാന്തി ഒക്കെ പോയി. ഈ വർഷം കംപ്ലീറ്റ് നഷ്ടമായി. പൂക്കൾ വിരിയുന്നതോടെ ഗുണ്ടൽപേട്ടിലേക്കുള്ള വഴികളും സഞ്ചാരികളുടെ തിരക്കിൽ നിറയുന്നു. വർണ്ണക്കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനും ഓർമ്മകളിൽ സൂക്ഷിക്കാനും മലയാളികളടക്കം നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. പൂക്കളുടെ നിറവും കാറ്റിന്റെ താളവും ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യവും ചേർന്നൊരുക്കുന്ന അപൂർവ ദൃശ്യവിരുന്നുകൂടിയാണ് ഗുണ്ടൽപേട്ട സമ്മാനിക്കുന്നത്. അമൽ രാമചന്ദ്രൻ, കണ്ണൂർ വിഷൻ.